ഇനിയും വൈകിക്കൂടാ. ബി.ജെ.പി. ഒന്നാകെ വിഴുങ്ങുന്നതിനു മുമ്പ് ഒന്നിക്കണമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. 4 പാർട്ടികൾ 4 വഴിക്കിറങ്ങിയാൽ ബി.ജെ.പി. ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ. നേരത്തെ പ്രതിപക്ഷം ഒന്നിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് സോണിയാഗാന്ധിയാണ്. അന്ന് സോണിയ അത് ആവശ്യപ്പെടുമ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ ശക്തരായിരുന്നു പ്രാദേശിക പാർട്ടികൾ. ഒഡീഷയിൽ ബിജു ജനതാദൾ ഭരണത്തിലുണ്ടായിരുന്നു. ബംഗാളിൽ മമതയും ഭരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ ഐക്യത്തിലുള്ള ആഹ്വാനം തള്ളി. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ 2 സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. ഭരണത്തിലെത്തി. ഇക്കുറി ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ 2 പാർട്ടികളിലെ നേതാക്കന്മാരായിരുന്നു. അവർ കോൺഗ്രസിന്റെ നേതൃത്വവും അംഗീകരിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷ അച്ചുതണ്ടിലിരിക്കാൻ സമ്മതമാണെന്ന് നേതാക്കൾ അറിയിക്കുമ്പോൾ അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആദ്യ ലക്ഷ്യം രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. അതിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. നീറ്റ്, CBSE പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക, SIRൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 25 പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന് അയക്കുന്ന കത്തിൽ നീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു. അതിനൊപ്പം വോട്ട് കവർച്ച, വോട്ട് ചോർച്ച വിഷയങ്ങളും കത്തിൽ പ്രതിപാദിക്കുമെന്ന് ഇന്ത്യ സഖ്യം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറും. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ, മറ്റു ജനകീയ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ദിവസവും രാവിലെ നടക്കുന്ന യോഗങ്ങളോടുകൂടി മൺസൂൺ സമ്മേളനത്തിലും പാർലമെന്ററി ഏകോപനം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ദേശീയ രാഷ്ട്രീയം വിലയിരുത്താനും തന്ത്രങ്ങൾ ഏകോപിപ്പിക്കാനും തീരുമാനിച്ചതായി ഖർഗെ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 8-നാണ് അടുത്ത യോഗം ചേരുന്നത്. ബി.ജെ.പിയും RSSും രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാക്കുകയാണെന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്താണ് ഇന്ത്യ സഖ്യം പിരിഞ്ഞത്. അതേസമയം കോൺഗ്രസിന്റെ നിലപാട് പലപ്പോഴും പ്രതിപക്ഷ ഐക്യത്തിന് ദേശീയ തലത്തിൽ വിള്ളൽ വീഴ്ത്തിയതായും ഇനി അതുണ്ടാവരുതെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തുന്നതിനും യോഗം സാക്ഷ്യം വഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയനെതിരെ രാഹുലും ഖർഗെയും പ്രസംഗിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി CPM നേതാവ് ജോൺ ബ്രിട്ടാസും രംഗത്ത് വന്നു. CPI അംഗം D. രാജയും ഇക്കാര്യത്തെ പിന്താങ്ങി. പിണറായിയുമായി നല്ല ബന്ധമാണുള്ളതെന്നും ഇത്തരം കാര്യങ്ങളിൽ വേണമെങ്കിൽ പൊതു തീരുമാനമുണ്ടാക്കാമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചതോടെയാണ് ബ്രിട്ടാസ് അടങ്ങിയത്. DMK സഖ്യത്തിൽ നിന്നും വിട്ടുപോയതുമായി ബന്ധപ്പെട്ടും വിമർശനമുയർന്നിരുന്നു. എന്നാൽ വിമർശനങ്ങളെയെല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതായും അക്കാര്യങ്ങളെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും രാഹുൽ പ്രതികരിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികളുടെ വിരോധം മഞ്ഞുപോലെ ഉരുകി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വികാരാധീനയായാണ് പ്രതികരിച്ചത്. തന്റെ ജനവിധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവിധ സർക്കാർ ഏജൻസികളെയും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് മമത ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറി വിഷയത്തിൽ ഇന്ത്യ സഖ്യം നേതാക്കൾ കമ്മീഷനെ സന്ദർശിച്ച് നിവേദനം നൽകണമെന്ന് മമത ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുന്ന സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അഖിലേഷ് കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. അതേസമയം പ്രതിപക്ഷത്തെ നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിൽ ഭൂരിഭാഗവും അതത് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ശക്തരായിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് രാജ്യവ്യാപകമായി വേരോട്ടമുണ്ടെന്നും അതുകൊണ്ട് രാഹുൽ നയിക്കട്ടെ എന്നുമുള്ള അഖിലേഷിന്റെ പ്രഖ്യാപനത്തിനെ മറ്റു പാർട്ടികൾ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്.